നമസ്തേ. നല്ലവരായ സജ്ജനങ്ങളെ എല്ലാവർക്കും വിശ്വാസം എന്ന ചാനലിലേക്ക് വിനീത നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം ഏറ്റുമാനൂരപ്പൻ്റെ അഘോരമൂർത്തിയായ ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ എങ്ങനെ ദർശനം നടത്തിയാൽ നമുക്ക് പെട്ടെന്ന് അനുഗ്രഹം ലഭിക്കും ഭഗവാന്റേത് എന്ന് നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ വിഷയം. ഏറ്റുമാനൂരപ്പൻ അഘോരമൂർത്തി. അഘോരമൂർത്തി എന്ന് പറയുമ്പോൾ ഘോരമല്ലാത്തത് എന്ന വാക്കിലും അഘോരമായത് എന്നും രണ്ടർത്ഥത്തിൽ എടുക്കാം. ഘോരമായത് അഘോരമല്ലാത്തത് അങ്ങനെയും എടുക്കാം. പറഞ്ഞു വന്നത്, ഭഗവാൻ ഏറ്റുമാനൂരപ്പൻ ശത്രുബാധാദോഷങ്ങളേറ്റ് കൂടോത്രം, ആഭിചാരദോഷം, ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ സ്വത്തിനോ അല്ലെങ്കിൽ പണത്തിനോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പല രീതിയിലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം മറ്റുള്ളവർ. കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ദുഷ്ടപ്രവൃത്തി ചെയ്യാനുള്ള സൂത്രധാരന്മാരായിട്ട് വന്നിട്ടുണ്ടാവുക. ഒന്നുകിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ളവരായിരിക്കാം. നമ്മളെ ഈ ബാധിച്ചിരിക്കുന്ന ശത്രുബാധ ദോഷങ്ങളെ, ഭൂതപ്രേത പിശാചുക്കളെ ഒക്കെ ഒഴിവാക്കാൻ ഒന്നാന്തരം മന്ത്രം അഘോരമൂർത്തിയെ നമ എന്ന ആ അഘോര നമശിവായ മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ശത്രുബാധ ദോഷങ്ങളുണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ ശത്രുബാധ ദോഷങ്ങളോ ഭൂതപ്രേത പിശാചുക്കളുടെ ദോഷങ്ങളോ മന്ത്രം ജപിച്ചിട്ട് അയച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ ഭസ്മം ജപിച്ചിട്ട് ഊതിപ്പായിച്ചവരുണ്ടാവാം, പല രീതിയിലും നിങ്ങളെ ഉപദ്രവിച്ചവരുണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നുകിൽ വീട്ടിൽ ദാമ്പത്യ ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാവാം, കുട്ടികൾ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ ആർക്കും ഇഷ്ടമില്ലാതിരിക്കാം. അങ്ങനെ പല രീതിയിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം. ആ സമയത്ത് ഏറ്റുമാനൂരപ്പൻ്റെ ക്ഷേത്രത്തിലൊന്ന് പോവുക. അങ്ങനെ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടോത്തവും ദുർബാധകളെ അകറ്റി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയങ്ങളിലേക്ക് നമുക്ക് കാണപ്പെടുന്ന സമയം ഉണ്ടാകുമ്പോൾ ആ ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് അഘോര നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ഓം ക്രീം നമശിവായ, ഓം ക്രീം അഘോരരുദ്രായ നമശിവായ ഈ മന്ത്രം 21 108 തവണയോ ജപിച്ചുകൊണ്ട് അവിടുത്തെ ആടി എണ്ണ ഒന്ന് വാങ്ങിച്ചിട്ട് തലയിലൊക്കെ ഒന്ന് നമ്മൾ ധാര ചെയ്യുക. ശരീരത്തിൽ മുഴുവൻ തേച്ച് പിടിപ്പിക്കുക. ആ ക്ഷേത്രത്തിൽ 21 തവണ പുറത്ത് വലം വെക്കുക. ഏറ്റുമാനൂരപ്പൻ്റെ കഥ പറയുമ്പോൾ നമുക്ക് ഭഗവാനോടുള്ള അടുപ്പം, നമ്മളെ ഒരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ടാണ് ഭഗവാൻ നമുക്ക് ദർശനം നൽകുന്നത്. ഭഗവാന്റെ ആ ശാന്തത ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ വില്ലുമംഗല സ്വാമിയാർ അവിടെ ഒരു കുഞ്ഞ് കണ്ണനെയും മുന്നിൽ തന്നെ ഭഗവാൻ കാണുന്നത് കണ്ണനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഭഗവാന് ഗുരുവായൂരപ്പനെയും അവിടെ ഉണ്ട്. അപ്പോൾ അത് വില്ലുമംഗല സ്വാമിയാരാണ് അവിടെ കൊണ്ടുപോയി ഭഗവാനെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് അവിടെ ഭഗവാൻ ഉണ്ടാവുമ്പോൾ, ഉണ്ണിക്കണ്ണൻ ഉണ്ടാവുമ്പോൾ രുദ്രഭാവത്തിലുള്ള നമ്മുടെ അഘോരമൂർത്തിയായ ഭഗവാൻ ശിവഭഗവാനെ അവിടെ ശാന്തത കൈവരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് വില്ലുമംഗല സ്വാമിയാർ ഭഗവാനെ നമോ ഭഗവതേ വാസുദേവായ ഗുരുവായൂരപ്പനെയും കൂടി അവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ആ ക്ഷേത്രത്തിനൊരു കഥയുണ്ട്. പണ്ട് കാലത്ത് ആ ക്ഷേത്രത്തിൽ ഒരു കള്ളം കയറിയിരുന്നു. കള്ളം കയറിയ സമയത്ത് ശിവഭഗവാൻ തന്നെ ആ കള്ളനെ പായിച്ചു. അപ്പോൾ അങ്ങനെയൊരു ശക്തി ആ ഭഗവാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരമാവധി നമ്മൾക്ക് എന്തെങ്കിലും വിഷമം വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ വഴക്കടിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട. എങ്ങനെയെങ്കിലും ഈ ക്ഷേത്രത്തിലൊന്ന് പോവുക, ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുക. 1 രൂപ നാണയം തലക്ക് 3 വട്ടം ഒഴിഞ്ഞിട്ട് ആ ഭണ്ഡാരത്തിലൊന്ന് സമർപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക അവിടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം. പക്ഷേങ്കിൽ നിങ്ങൾ 1 രൂപയും അവിടെ ഇടാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഭഗവാൻ തന്നെ ചോദിക്കും, എനിക്ക് ഒന്നും തന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മസമർപ്പണം എന്ന നിലയിൽ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങൾ ഇന്ന് ജീവിക്കുന്നതും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോകുന്നതും ഒക്കെ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഭൂമി സംബന്ധമായിട്ടോ സ്വത്ത് സംബന്ധമായോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ ധനസംബന്ധമായോ പണസംബന്ധമായോ നിങ്ങളിൽ ഏൽപ്പിക്കുന്ന ശത്രുബാധ ദോഷങ്ങളെ
നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകുമ്പോൾ ആ ഉയർച്ച തടയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ അമിതമായി വിശ്വസിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാവുന്ന തകർച്ചയുണ്ടാവാനോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റുമാനൂരപ്പനെ തൊഴണം. ഏറ്റുമാനൂരപ്പനെ തൊഴുന്ന സമയത്ത് പുറത്ത് ചുറ്റി 21 തവണ ചുറ്റിയതിന് ശേഷം ഉള്ളിൽ കയറി പ്രദക്ഷിണം വയ്ക്കുക. ഭഗവാൻ കൂടെ ഉണ്ടാവും. ഭഗവാൻ എല്ലാ അനുഗ്രഹവും നമുക്ക് തരും. ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ ഭഗവാൻ പുറത്തേക്ക് വിട്ട് നമുക്കൊരു സംരക്ഷണ കവചമൊരുക്കി നമുക്ക് ദീർഘായുസ്സോടെ ആയുരാരോഗ്യത്തോടെ നല്ല രീതിയിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് എങ്ങനെയാണോ ആദ്യം ആൾക്കാർ നമ്മളെ കണ്ടത് അതുപോലെ ഉയർച്ചയോടെ നമുക്ക് ജീവിക്കാൻ. ചില ശത്രുക്കളെ ഓരോ ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചാൽ ചില വ്യക്തികളെ കാണുമ്പോൾ അവിടെ നമുക്ക് ശത്രുത തോന്നുന്നൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് ശത്രുബാധ ദോഷങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ ദോഷങ്ങളെ അകറ്റുക. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു ചെറുപ്പക്കാരനാണ് അവിടുത്തെ തിരുമേനി, നല്ല സ്വഭാവമുള്ള തിരുമേനിയാണ് നമ്പൂതിരി. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു തേങ്ങ അവിടെ 3 വട്ടം തലക്കൊഴിഞ്ഞ് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഗണപതിക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് നല്ല രീതിയിൽ ഭഗവാനോട് പറയുക, ഭഗവാനെ ശത്രുബാധാദോഷങ്ങളെ അകറ്റി ഭൂതപ്രേത പിശാചുക്കളെ അകറ്റി എന്നെയും എൻ്റെ സന്തതി പരമ്പരകളെയും കാത്ത് സംരക്ഷിക്കണം. അടിയിൽ ബ്രഹ്മം കാവലാകണം, നടു വിഷ്ണു കാവലാകണം, അടിയിൽ ഈശ്വരൻ കാവലാണ്. ഈ ശരീരത്തും എൻ്റെ മക്കളുടെ ശരീരത്ത് 33 കോടി ദേവതകളും കാവലാകണം, 66 ഋഷികളും കാവലാകണം, കാളിയും വിരാരിയും കാവലാകണം, കാളിയും പാടാരിയും കാവലാകണം. നമഃശിവായ സ്വാഹ. ഓം ക്രീം നമഃശിവായ. എന്നെ ശ്രവിച്ച നല്ലവരായ സജ്ജനങ്ങളെ എല്ലാവർക്കും നന്ദി, നമസ്തേ. എല്ലാവർക്കും ദീർഘായുസ്സോടെ ആയുരാരോഗ്യത്തോടെ ജീവിക്കാൻ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.